നല്ല ചിന്ത. പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ആയ ഡോക്ടർ മാർക്ക് ഒരു അടിയന്തര കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ധൃതി പിടിച്ച് എയർപോർട്ടിലെത്തി. നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്തോ യന്ത്ര തകരാറ് കാരണം ഫ്ലൈറ്റ് തൊട്ടടുത്ത എയർപോർട്ടിൽ നിർത്തി. യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതിപ്രധാനമായ പരിപാടി ആയതിനാൽ അയാൾ തൊട്ടടുത്ത ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു കാർ റെൻറ്റിനെടുത്ത് യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അതിശക്തമായ കാറ്റും മഴയും അതിനെ തുടർന്ന് മൂടൽ മഞ്ഞും അയാൾക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ പറ്റിയില്ല. മാത്രമല്ല, അയാൾക്ക് മഞ്ഞ് കാരണം വഴിതെറ്റുകയും ചെയ്തു. മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. അയാളുടെ വഴി അവസാനിക്കുകയാണ്. ഒരു ഒറ്റപ്പെട്ട ഒരു തുരുത്തിലൂടെ സഞ്ചരിച്ച് ഒരു വീടിന് മുന്നിൽ ആ വഴി നിന്നു. ഇരുട്ടും മഞ്ഞും തണുപ്പും കാറ്റും മഴയും അയാൾക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ അയാൾ ആ വീട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു അമ്മയും കുഞ്ഞും മാത്രമാണ്. ആ അമ്മ നല്ല രീതിയിൽ ഇദ്ദേഹത്തെ സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് വിശ്രമിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തതിന് ശേഷം അവർ പ്രാർത്ഥിക്കാൻ പോയി. മാർക്ക് ഭക്ഷണശേഷം അവിടെയെല്ലാം ചുറ്റിക്കണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് സശ്രദ്ധം നോക്കിക്കൊണ്ടിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞു വന്ന സ്ത്രീയോട് മാർക്ക് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്ര നേരം പ്രാർത്ഥിച്ചത്? എന്താണ് നിങ്ങൾ ദൈവത്തിനോട് ആവശ്യപ്പെട്ടത്? ഇതെല്ലാം സത്യത്തിൽ ദൈവം കേൾക്കുന്നുണ്ടോ? അവർ ഡോക്ടർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട ശേഷം ഒന്നും പറയാതെ അവരുടെ കുട്ടിയെ കിടത്തിയ തൊട്ടിലിൻ്റെ അരികിലേക്ക് വന്നു. എന്ന ശേഷം ഡോക്ടറോട് പറഞ്ഞു, ഇതെൻ്റെ 2.5 വയസ്സായ മകനാണ്. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. ഇവന് ഒരു പ്രത്യേകം തരം മാരകമായ ക്യാൻസർ രോഗമാണ്. ഇവനെ രക്ഷിക്കാൻ കഴിയും, പക്ഷെ അത് ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് അതിപ്രശസ്തനും വളരെയധികം തിരക്കുള്ള, എനിക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ഡോക്ടർമാർക്ക് ആണ്. എൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ എൻ്റെ മകനും അദ്ദേഹത്തിനു വേണ്ടിയുള്ളതാണ്. അയാൾ കുറച്ചു നേരത്തിന് തരിച്ചു നിന്നുപോയി. അയാളുടെ മനസ്സിലൂടെ അയാൾ ധൃതി പിടിച്ച് എയർപോർട്ടിൽ എത്തിയതും ഫ്ലൈറ്റ് തകരാറിലായതും യാത്ര മുടങ്ങിയതും ടാക്സി വാടകയ്ക്ക് എടുത്തതും യാത്ര ചെയ്തതും മഴയും കൊടുങ്കാറ്റും മൂടൽമഞ്ഞും അയാളെ വഴിതെറ്റിച്ച് വിട്ടതും അവസാനം ഗത്യന്തരമില്ലാതെ ഈ വീടിന് മുന്നിൽ വന്നത് എല്ലാം അയാളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. കണ്ണു തുടച്ച് അയാൾ അവരെ നോക്കി പറഞ്ഞു, ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവത്തിന് അവർ നൽകിയത് വെറും പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനയുടെ തീവ്രമായ ശക്തിയാണ് ഡോക്ടറെ അവിടെ കൊണ്ടെത്തിച്ചത്. ദിസ് ഈസ് ദ പവർ ഓഫ് പ്രയർ. നിങ്ങൾ എന്താകണം, എങ്ങനെയാകണം, എവിടെ എത്തിച്ചേരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ തീവ്രമായ ആഗ്രഹങ്ങളാണ്. ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണ്. ഹൃദയം തട്ടിയുള്ള ഒരു പ്രാർത്ഥനകളും ഇന്ന് വരെ വെറുതെ ആയിട്ടില്ല. ഈ സംഭവം പറഞ്ഞപ്പോൾ ഒരു 10-20-25 കൊല്ലം മുൻപ്, 10-30 കൊല്ലം മുൻപ് ഞാൻ ഗൾഫിൽ നിന്ന് തുണികൾ കൊണ്ടുവന്നിരുന്ന കാലത്ത് വലിയൊരു വണ്ടി തന്നെയാണ് ഞാൻ ഓടിച്ചിരുന്നത്, ടാറ്റ സ്റ്റേറ്റ്. 10-25 കൊല്ലം 30 കൊല്ലം മുൻപ് ഗൾഫിൽ നിന്ന് തുണികൾ കളക്ട് ചെയ്ത് അനാഥാലയങ്ങളിലെല്ലാം കൊടുക്കുമ്പോൾ, ചെരികളിലെല്ലാം കൊടുക്കുമ്പോൾ ഒരു ദിവസം ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്ത് അനാഥാലയത്തിലേക്ക് ഞാൻ തുണി കൊണ്ടുപോകുക, ഡ്രസ്സുകൾ കൊണ്ടുപോവുകയാണ്. അനാഥാലയത്തിൽ എത്ര പേരുണ്ടെന്നെല്ലാം ചോദിച്ച് പെൺകുട്ടികൾ കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഡ്രസ്സെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരു ഓർഫണേജിലത്തെ ഒരു അവിടെ നിന്ന് പഠിക്കുന്ന, നേഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഓമന ചേച്ചിയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അവരെന്നെ. എന്നാൽ അതിന് എന്നെ മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചു.
ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളെ അറിയുക എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നെല്ലിക്കുന്ന് കോൺവെൻറ്റിലത്തെ ഒരു സിസ്റ്റ് കാസ്പർ സിസ്റ്റ്. ഈ സിസ്റ്റ് ഇപ്പോൾ മരിച്ചു. ആ സിസ്റ്റ് എന്നെ നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് ഫീസെല്ലാം തരാറുണ്ട്. അത് നെല്ലിക്കുന്നുള്ള ഒരു ഓമന ചേച്ചി ഓമന ചേച്ചിയാണ് ഈ സിസ്റ്റിൻ്റെ കയ്യിൽ നഴ്സിങ്ങിന് പഠിക്കുന്ന ഓർഫണേജിലത്തെ പെൺകുട്ടിക്ക് ഇത്ര നാളും എനിക്ക് തന്നിരുന്നു എന്ന് ഞാൻ അതിശയിച്ചു പോയി. കാസ്പർ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ട പെൺകുട്ടിയെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരിക്കലും ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. സിസ്റ്ററിനോട് ഞാൻ പറയാറ് ഞാനാണ് തന്നിരുന്നതെന്ന് അവരോടും പറയണ്ട, സിസ്റ്റർ വേറെ അവരോടോ പറയണ്ട എന്നാണ് ഞാൻ പറയാറ്. അങ്ങനെ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു. എനിക്ക് വളരെ അതിശയം തോന്നി. അങ്ങനെ ഞാൻ അവിടുന്ന് പോരാണ്. അപ്പോൾ ഒരു ഇരുട്ടായി തുടങ്ങി. വീട്ടിൽ അമ്മയും ഉണ്ട്, ഭർത്താവിൻ്റെ അമ്മയുണ്ട്, അപ്പനും ഉണ്ട്. അന്ന് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് കുറച്ച് കഴിഞ്ഞില്ല, ഭയങ്കര കാറ്റും മഴയും, എനിക്ക് കണ്ണും കാണുന്നില്ല. എങ്ങണ്ടിയൂരിന്ന് ഓർഫണേജിൽ ഡ്രസ്സുകൾ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ എനിക്ക് കണ്ണും കാണാനില്ല. ഈ മഴയും കാറ്റായിപ്പോൾ മുന്നിലൊക്കെ വെറുതെ പുക പോലെയുള്ള, എനിക്കൊന്ന് സൈഡ് നിർത്താനും പറ്റുന്നില്ല വണ്ടി. ഞാൻ എപ്പോഴും ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ കരുണയുടെ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഞാൻ തനിയായാലും വേറെ ആരുണ്ടെങ്കിലും വർത്തമാനം പറയും, അല്ലെങ്കിൽ ഞാൻ തനിയാണെങ്കിൽ ഇത് ഞാൻ തന്നെയാണ് കരുണയുടെ പ്രാർത്ഥനയും ചൊല്ലി വണ്ടി മുന്നോട്ട് അവിടുന്ന് കൊണ്ടുവരികയാണ്, വണ്ടി ഓടിക്കുകയാണ്. ശരിക്ക് റൗണ്ടിൽ തൃശ്ശൂർ എത്താറായപ്പോഴാണ് മഴ നിന്നതും. അതുവരെ എനിക്ക് മുന്നിലുള്ള ഒരു ഉദ്ദേശം, ഒരു 2 ലൈറ്റ് ഫ്രണ്ടിലത്തെ വണ്ടിയുടെയൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കിലുള്ള ലൈറ്റ്, അത് കണക്കാക്കിയാണ് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. എനിക്ക് വഴിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോഴും കരുണയുടെ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടാണ് വണ്ടി. തൃശ്ശൂർ എത്താറായപ്പോഴാണ് മഴ ശമിച്ചതും എനിക്ക് വണ്ടികളുടെ പിന്നിലത്തെ ലൈറ്റ് നോക്കാണ്ട് എനിക്ക് റോഡ് കണ്ടത്. എനിക്കതെൻ്റെ ജീവിതത്തിലെ വലിയൊരു അതിശയമായിട്ട് തോന്നി. പ്രാർത്ഥനയുടെ ഫലം നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്, അത്ഭുതം തന്നെയാണ്. അന്ന് ഈ കണ്ട ദൂരം വഴി കാണാതെ ഞാൻ വണ്ടി ഓടിച്ച് തൃശ്ശൂർ വരെ എത്തിയത് എങ്ങണ്ടിയൂരിന്ന്. ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ ദൈവം എത്രമാത്രം എന്നിൽ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ വന്ന് എന്നെ കൂടെ ഉണ്ടായിട്ട് കൂടെ നിന്നുകൊണ്ട് എന്നെ നയിച്ചിട്ടുണ്ട് എന്ന് അന്നേ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയും കാത്തിരിക്കുകയാണ്. 1999 എൻ്റെ അപ്പം മരിച്ചത്. അതിലും മുന്നാണ് ഈ എങ്ങണ്ടിയൂരത്തെ ഗൾഫിൽ നിന്ന് തുണികൾ കൊണ്ട് എങ്ങണ്ടിയൂരത്തെ ഈ സംഭവം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ നായ അപ്പനും അമ്മയും ഇറയത്ത് നിൽക്കുന്നുണ്ട്. നല്ല മഴയും ഞാനിട്ടെത്തിയിട്ടുമില്ല. പക്ഷെ പറഞ്ഞിട്ട് തന്നെയാണ് പോയത് ഓർഫണേജിലേക്ക് തുണികൾ കൊണ്ടുപോകാൻ. ഇത്രയധികം ദൂരം പോകുന്ന കണക്ക് ഞാൻ കൊടുത്തിരുന്നില്ല. കാണാതായി മഴയും ഇതൊക്കെ ആയപ്പോൾ അവർ എന്തോ വിഷമായി അവരും ഇറയത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. ഞാൻ വരുമ്പോൾ പടിയിൽ അവിടെ എത്തണ വരെ വീടിൻ്റെ അവിടേക്ക് തിരിക്കുമ്പോഴേക്കും ഇവിടുത്തെ പട്ടിയുടെ ഭയങ്കര കുരയാണ്. പക്ഷേ പടിയിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പട്ടിയുടെ കുരയും നിന്നു. ഇറയത്ത് അപ്പനും അമ്മയും ഉണ്ട്. വണ്ടി വന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, ഈ മഴയത്ത് ഈ മഴ തുടങ്ങിയപ്പോൾ തൊട്ട് ആ പട്ടി കുരച്ചു തുടങ്ങിയതാ.
സാധാരണ അങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും പോയി അല്പം വൈകി, എന്തെങ്കിലും വൈകി കാണാനില്ല, ഇരുട്ടായി ഒടുങ്ങി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ പട്ടി കുറച്ച് ഒടുങ്ങും. പിന്നെ എൻ്റെ വണ്ടിയും എന്നെയും കണ്ടാൽ മാത്രമേ പട്ടി കുര നിർത്തുള്ളൂ. അപ്പനും അമ്മയും അത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അപ്പനും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇറയത്ത് ഒക്കെ കാത്തിരുന്ന്. അതോടൊപ്പം മൃഗമായ പട്ടിയും ഒരു മനുഷ്യ സ്നേഹത്തെക്കാളും ഒരു ഉപരി പോലെ തോന്നിക്കുന്ന ഒരു മൃഗത്തിൻ്റെ ഒരു സ്നേഹം ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യത്തോടെ ധൈര്യത്തോടെ വണ്ടി ഓടിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞതും എല്ലാത്തിനും എത്ര കൊല്ലം മുന്നാണെന്ന് ആലോചിക്കണം. 32 കൊല്ലം മുന്നത്തെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 1999 മുൻപാണ് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് ഞാൻ ഒരിക്കലും എത്ര എൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പോൾ കുറേ പോയി തുടങ്ങിയാലും ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. എങ്ങണ്ടിയൂർ മുതൽ തൃശ്ശൂർ വരെ വഴി അറിയാതെ ഒരു പുക മാത്രം, മുന്നിലെ 2 ബാക്കിലത്തെ ലൈറ്റ് മാത്രം നോക്കി വണ്ടി ഓടിച്ച് എത്തിയത്. കരുണയുടെ പ്രാർത്ഥനയും ചൊല്ലി വണ്ടിയിലിരുന്ന് വണ്ടി ഓടിച്ച് എത്തിയ ആ അത്ഭുതം. ബുദ്ധിമുട്ടുകൾ തുടർച്ചയായി വരുമ്പോൾ ജീവിതം നിങ്ങൾക്കൊരു പുതിയ രൂപം നൽകുന്നു എന്ന് മനസ്സിലാക്കുക. മാറ്റം എപ്പോഴും വേദനയോടെയാണ് ആരംഭിക്കുന്നത്, പക്ഷേ അതിൻ്റെ അവസാനം സമാധാനമായിരിക്കും. ഒരു മരത്തിൻ്റെ ഭംഗി അതിൻ്റെ പൂക്കളെയും ഇലകളെയും ആശ്രയിച്ചിരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം അവൻ്റെ ചിന്തകളെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ കർഷകൻ വെള്ളമെടുക്കാൻ വന്നപ്പോൾ അയാൾ വിലക്കി. ഒരിക്കൽ ഒരാൾ തൻ്റെ കിണർ ഒരു കർഷകന് വിറ്റു. പിറ്റേ ദിവസം രാവിലെ കർഷകൻ വെള്ളമെടുക്കാൻ വന്നപ്പോൾ അയാൾ വിലക്കി. ഞാൻ നിങ്ങൾക്ക് കിണർ മാത്രമാണ് വിറ്റത്, അതിനുള്ളിലെ വെള്ളം എന്റേതാണ്, അതുപയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അയാൾ പറഞ്ഞു. ദുഃഖിതനായ കർഷകൻ കോടതിയിൽ പരാതി നൽകി. നിങ്ങൾ കർഷകന് കിണർ വിറ്റതിന് ശേഷം അതിനുള്ളിലെ വെള്ളം ഉപയോഗിക്കാൻ അനുവദിക്കാത്തത് എന്തെന്ന ന്യായാധിപന്റെ ചോദ്യത്തിന്, ഞാൻ കർഷകന് കിണർ മാത്രമാണ് വിറ്റത്, അതിനുള്ളിലെ വെള്ളം ഉപയോഗിക്കാൻ അയാൾക്ക് അവകാശമില്ല, അതെന്റേതാണ് എന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട ന്യായാധിപന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കർഷകന് കിണർ വിറ്റ സ്ഥിതിക്ക് അതിനുള്ളിൽ നിങ്ങളുടെ വെള്ളം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ കർഷകന് വാടക നൽകണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വെള്ളം കിണറ്റിൽ നിന്ന് മാറ്റുക. തന്റെ തന്ത്രം വിലപ്പോയില്ല എന്നയാൾക്ക് മനസ്സിലായി. ന്യായാധിപൻ കൂട്ടിച്ചേർത്തു, ആരെയും ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കരുത്. അതിസാമർഥ്യം കാണിച്ചാൽ അതിന് വലിയ പിഴ നൽകേണ്ടി വരും. ാക്കാനുമായി ഈ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സേവകൻ പറഞ്ഞ അഭിപ്രായം, ഒരു രാജാവിന് ക്രൗര്യമുള്ള 10 നായ്ക്കൾ ഉണ്ടായിരുന്നു. അയാൾ തന്റെ സേവകരിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ പീഡിപ്പിക്കാനും ഭക്ഷണമാക്കാനുമായി ഈ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സേവകൻ പറഞ്ഞ അഭിപ്രായം രാജാവിന് ഇഷ്ടമായില്ല. രാജാവ് ഉടനെ തന്നെ ആ സേവകനെ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ആ സേവകൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ 10 വർഷമായി അങ്ങേക്ക് സേവനം ചെയ്യുന്നു. ഒരു ചെറിയ തെറ്റിനായി എന്നെ ഇങ്ങനെ ശിക്ഷിക്കാമോ? ദയവായി നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് 10 ദിവസത്തെ സമയം തരൂ. രാജാവ് അതിന് സമ്മതിച്ചു. അങ്ങനെ ആ ദിവസങ്ങളിൽ സേവകൻ നായ്ക്കളെ നോക്കുന്ന കാവൽക്കാരനോട്
ഈ 10 ദിവസങ്ങളിൽ താൻ അവയെ പരിപാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. കാവൽക്കാരന് അതിശയം തോന്നിയെങ്കിലും അയാൾ അതിന് സമ്മതിച്ചു. അങ്ങനെ ആ ദിവസങ്ങളിൽ സേവകൻ നായ്ക്കൾക്ക് ഭക്ഷണം നൽകി, കുളിപ്പിച്ചു, അവയെ വൃത്തിയാക്കി, അവയ്ക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് ശിക്ഷ നടപ്പാക്കാനായി സേവകനെ നായ്ക്കൾക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ ഉത്തരവിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ക്രൂരരായ നായ്ക്കൾ സേവകനെ ആക്രമിക്കുന്നതിന് പകരം അയാളുടെ കാലുകൾ നക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. ഇത് കണ്ട് അതിശയിച്ച രാജാവ് തന്റെ നായ്ക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ സേവകൻ മറുപടി പറഞ്ഞു, ഞാൻ ഈ നായ്ക്കളെ കേവലം 10 ദിവസമാണ് പരിപാലിച്ചത്, എന്നിട്ടും അവർ അത് മറന്നില്ല. എന്നാൽ ഞാൻ അങ്ങേക്ക് 10 വർഷത്തോളം സേവനം ചെയ്തു. എന്റെ കേവലം ഒരു തെറ്റിന്റെ പേരിൽ അവിടുന്ന് അതെല്ലാം മറന്നു. രാജാവിന് തന്റെ തെറ്റ് മനസ്സിലാവുകയും ആ സേവകനെ മോചിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഒരാൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അയാൾ ചെയ്ത എല്ലാ വലിയ നന്മകളും മറക്കുന്നവർക്കുള്ള ഒരു സന്ദേശമാണ് ഈ കഥ. നമുക്കിഷ്ടമല്ലാത്ത ഒരു തെറ്റിന്റെ പേരിൽ നന്മകൾ നിറഞ്ഞ ഒരു ചരിത്രം മായ്ച്ചു കളയരുത്. ഒരു രാജാവിന് വിഷ്ണു നാരദനോട് പറഞ്ഞു, നീ ഗംഗാതീരത്തിലേക്ക് പോകൂ. അവിടുത്തെ ഒരു പട്ടണത്തിൽ നാരദൻ വലിയ വിഷ്ണു ഭക്തനായിരുന്നു. തന്നെ പോലെ വേറെ ആരും വിഷ്ണുവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് നാരദന്റെ വിചാരം. നാരദൻ വിഷ്ണുവിനോട് ഇത് പറയുകയും ചെയ്തു. വിഷ്ണു നാരദനോട് പറഞ്ഞു, നീ ഗംഗാതീരത്തിലേക്ക് പോകൂ. അവിടുത്തെ ഒരു പട്ടണത്തിൽ ഒരു പാവം പിടിച്ച കൃഷിക്കാരനുണ്ട്. അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നാരദൻ അവനെ കാണാൻ പോയി. ആ കൃഷിക്കാരൻ രാവിലെ എഴുന്നേൽക്കുമ്പോ വിഷ്ണുനാമം ജപിക്കും, തന്റെ ജോലിക്ക് പോകും. ജോലിയെല്ലാം തീർത്ത് തിരികെ വരുമ്പോൾ കിടക്കാൻ നേരവും വിഷ്ണുനാമം ജപിക്കും, ഉറങ്ങും. നാരദന് മനസ്സിലായില്ല, ആകെ രാവിലെയും വൈകുന്നേരം മാത്രം വിഷ്ണുനാമം ജപിക്കുന്ന ഈ കൃഷിക്കാരൻ എങ്ങനെയാണ് തന്നേക്കാൾ കൂടുതലായി വിഷ്ണുവിനെ സ്നേഹിക്കുന്നതെന്ന്. നാരദന്റെ ഉള്ളം വായിച്ച വിഷ്ണു പറഞ്ഞു, ഒരു പാത്രം വക്കോളം നിറച്ച പാലെടുത്ത് തലയിൽ വെച്ച് ഈ നഗരം ഒന്ന് ചുറ്റി വരൂ. വിഷ്ണു പറഞ്ഞതുപോലെ നാരദൻ ഒരു പാത്രമെടുത്ത് അതിൽ വക്കോളം നിറച്ച് തലയിൽ വെച്ച് നഗരം ചുറ്റി വന്നു. ചുറ്റി വന്നപ്പോൾ വിഷ്ണു ചോദിച്ചു, നാരദ, ഈ സമയത്തിനിടയിൽ നാരദ അങ്ങ് എന്റെ നാമം എത്ര തവണ ഉരുവിട്ടു? നാരദൻ പറഞ്ഞു, ഉരുവിടാനോ? ഞാൻ ഒരു തവണ പോലും ഉരുവിട്ടില്ല. പാത്രത്തിലെ പാൽ ഒരു തുള്ളി പോലും പോകരുത് എന്ന ശ്രദ്ധയിലായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഭഗവാൻ വിഷ്ണു ചിരിച്ചുകൊണ്ട് നാരദനോട് പറഞ്ഞു, നാരദ, ഒരു പാത്രം പാലുമായി ഈ നഗരം ചുറ്റി വരുന്നതിനിടയിൽ ഒരിക്കൽ പോലും എന്റെ പേര് ഓർമ്മിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഈ ജീവിതത്തിന്റെ ഭാരം മുഴുവൻ തന്റെ തോളിൽ താങ്ങുന്ന ആ പാവം പിടിച്ച കൃഷിക്കാരൻ 2 തവണ എന്റെ നാമം ഓർമ്മിക്കുന്നില്ലേ? അപ്പോൾ ആരാണ് ശരിയായ ഭക്തൻ? ആരാണ് യഥാർത്ഥ ഭക്തൻ? ഇന്നത്തെ സന്ദേശങ്ങൾ പറയുമ്പോൾ എൻ്റെ ഏങ്ങണ്ടിയൂർ പോയി തിരിച്ചു വരുമ്പോൾ മഴയും കാറ്റും ഉള്ള തനിയെ വണ്ടി ഓടിപ്പിച്ച് വഴി കാണാതെ കരുണയുടെ പ്രാർത്ഥനയും ചൊല്ലി വണ്ടി ഓടിച്ച് ടൗൺ വരെ, തൃശ്ശൂർ വരെ എങ്ങണ്ടിയൂരിൽ നിന്ന് എത്തിയ ആ മഹാ അത്ഭുതം ഈ എല്ലാ സന്ദേശങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അതിശയം തോന്നുന്നു. അതോടൊപ്പം നായക്ക് എറിഞ്ഞു കൊടുത്ത് നായ കാല് നക്കിയത്, രാജാവ് നായക്ക് ഇട്ടുകൊടുത്ത നായ, ആ സന്ദേശവും ഞാൻ ആലോചിക്കുകയാണ്. വാസം പറയുകയാണെങ്കിൽ അന്ന് വീട്ടിൽ ജോലിക്ക് സഹായിക്കുന്ന അവരാണ് നായക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. അവരില്ലാത്തപ്പോഴാണ് ഞാൻ ഭക്ഷണം കൊടുക്കാറുള്ളത്. പക്ഷേ എന്നും ഇരുട്ടായിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ, ഞാൻ കാറിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ സങ്കടത്തോടു കൂടിയിട്ടുള്ള മരിക്കാറാകുമ്പോഴുള്ള ഒരു തരം ഓളിയും കരച്ചിലും പോലത്തെ കരച്ചിലാണ് ഈ വീട്ടിലത്തെ നായ. അതൊരു അനാഥാലയത്തിൽ നിന്ന് മേടിച്ച നായയാണ്. സേവ് യു ഹോം. രാജു എന്നാണ് പേര്. എല്ലാവരും കളിയാക്കുമായിരുന്നു ആ നായനെ. ഇത് എന്ത് നായത്, ഇത് നാടൻ പട്ടീരെ പോലെയുണ്ടല്ലോ, നാട്ടുകാരും എല്ലാവരും കളിയാക്കുമായിരുന്നു. പക്ഷേ ആ നായ അനാഥാലയത്തിൽ നിന്ന് ഞാൻ ഒരു 1000 രൂപ കൊടുത്തിട്ട് മേടിച്ചു കൊണ്ടുവന്ന നായയാണ്. കാണാനും ഭംഗിയില്ല, ഒന്നുമില്ല. പക്ഷേ ആ നായയുടെ സ്നേഹം ഞാൻ ആലോചിക്കുകയാണ്, എത്ര വലിയ സ്നേഹമാണെന്ന്.
അതുപോലെ തന്നെ ഒരു സംഭവം കൂടിയും പ്രധാനപ്പെട്ടതുണ്ട്. പക്ഷേ അത് ഞാൻ മറന്നു. ഓർക്കുമ്പോൾ പിന്നീട് ഒരിക്കൽ പറയാം. ഈ സന്ദേശങ്ങളെല്ലാം പറയുമ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നതുകൊണ്ടാണ് അനുഭവം സാക്ഷ്യമായി ഞാനിവിടെ ഈ സന്ദേശങ്ങൾ കേട്ടപ്പോൾ എല്ലാവർക്കും വേണ്ടി പങ്കുവച്ചത്. അലറുന്ന തിരമാലകൾക്കപ്പുറം ശാന്തതയുണ്ടെന്നോർത്തിടേണം. ക്ഷണിക്കാതെ എത്തുന്ന ദുരിതങ്ങൾക്കപ്പുറം സൗഭാഗ്യമുണ്ടെന്നോർത്തിടേണം. ജീവിതത്തോണിതൻ അമരത്തിരിക്കുന്ന നാഥനെ ഒന്നു വിളിച്ചിടേണം. നാഥനെ ഒന്നു വിളിച്ചിടേണം. അലറുന്ന തിരമാലകൾക്കപ്പുറം ശാന്തതയുണ്ടെന്നോർത്തിടേണം. ക്ഷണിക്കാതെ എത്തുന്ന ദുരിതങ്ങൾക്കപ്പുറം സൗഭാഗ്യമുണ്ടെന്നോർത്തിടേണം. He is my everything. He is my all. He is my everything, both great and small. He gave his life for me, made everything new. He is my everything. Now how about you? Like honey in the rock, sweet honey in the rock, for he tastes like honey in the rock. Oh, taste and see that the Lord is good, for he tastes like honey in the rock. He is my everything. He is my all. He is my life. He is my everything, both great and small. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ.